അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനൊരു വേദി ഒരുക്കിയ കാലിക്കറ്റ് സ്വാക്ക് അംഗങ്ങൾക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു വേദിയിൽ മൈ സക്സസ് എന്ന വിഷയം സംസാരിക്കാനാണ് എന്നെ വിളിച്ചത്. എൻ്റെ സക്സസ് ഏകദേശം ഇതിന് മുന്നേ പ്രസംഗിച്ച ഇബ്രാഹിം സാഹിബ് സെയിമാണ്. നമ്മളും 1994 മുതൽ ഒരു പ്രവാസ ജീവിതം ആരംഭിച്ച് ഏകദേശം 2004 വരെ ഇപ്പോൾ ഈ നിൽക്കുന്ന കാലയളവ് വരെ ബിസിനസ് തന്നെയാണ്, ഏകദേശം 30 വർഷമായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു സമയവും സന്ദർഭമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എനിക്ക് തോന്നുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ സപ്ലൈസും കസ്റ്റമേഴ്സും ഉള്ളൊരു വേദിയാണിത്. ഈ സപ്ലൈസും കസ്റ്റമേഴ്സും ഉള്ള വേദിയിൽ നമ്മൾ ശരിക്കും ഇതിൽ സപ്ലൈസർമാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന പുറത്തുനിന്ന് കാണുന്ന ഏതൊരാൾക്കും നമ്മളെ വീക്ഷിക്കുന്ന രീതിയിൽ അവർ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിമാരാണ്, ഭയങ്കര ലാഭമാണ്, ഭയങ്കര സെറ്റപ്പാണ് എന്നുള്ളതൊക്കെ അണിക്കണം. പക്ഷേ അവരെ തറവാടും വൈഫിൻ്റെ സ്വർണവും ആധാരമൊക്കെ ബാങ്കിലാണ് ഇക്കരം. അങ്ങനെയാണ് ഇക്കരം ഒരു 90% സൂപ്പർ മാർക്കറ്റിൻ്റെ അവസ്ഥ. കാരണം പല ക്രൈസിസുകളും, ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഓരോരോ പ്രൊഡക്റ്റുമ്പോൾ ഉണ്ടാകുന്ന മാർജിൻ, വളരെ കുറഞ്ഞ മാർജിനിലാണ് നമ്മൾ വളരെ പല പ്രൊഡക്റ്റുകളും സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എങ്ങനെ നേരിടണമെന്നുള്ളതും സപ്ലൈസിനും അവരെ കസ്റ്റമർ നമ്മളാണ്, സൂപ്പർ മാർക്കറ്റുകാരാണ്. അപ്പോൾ നമുക്കും ഒരു ലാഭമുള്ള രീതിയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മളും അവരും എന്നുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സപ്ലയർമാർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർമാർ അറിയാതെ പല രീതിയിലും സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണേഴ്സിനെ വഞ്ചിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പല ഒരുപാട് സൂപ്പർ മാർക്കറ്റിലുള്ള ആൾക്കാർ ചിലപ്പം എല്ലാ പർച്ചേസിങ്ങിലൊന്നും ഇടപെടാറുണ്ടാവില്ല. അവർ പർച്ചേസ് മാനേജർമാരെ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ സെക്ഷൻ ഹെഡ്മാരെ ഏൽപ്പിക്കും. ഈ സെക്ഷൻ ഹെഡ്മാർക്ക് 1000-2000 ഉറുപ്പ്യ കൊടുത്തുകാണ്ട് അവരെ ലക്ഷക്കണക്കിനുള്ള പ്രൊഡക്റ്റ് നമ്മളെ കടയിൽ താങ്ങി വെക്കും. അവർ ചിലപ്പോൾ നാളെ പിറ്റേന്ന് 2 മാസം കഴിഞ്ഞ് ആ സ്റ്റാഫ് എന്ത് ചെയ്യും, ജോലി വിട്ടു പോവും. ഈ 5 ലക്ഷത്തിൻ്റെ ബാധ്യത, അവരിറക്കിയ സാധനത്തിൻ്റെ ബാധ്യത ഈ സൂപ്പർ മാർക്കറ്റ് മുതലാളിയുടെ തലയിലാണ് വരിക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞൊരു ഗൗരവമായ കാര്യം നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റീൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതായത് പല സപ്ലയർമാരും സെക്ഷൻ ഹെഡ്മാരെയും പർച്ചേസ് മാനർമാരെയും സ്വാധീനിച്ച് കണ്ട് അവർക്ക് ചെറിയ ക്യാഷ് കൊടുത്തിട്ട് നമ്മളറിയാതെ പല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അവർക്ക് ചെറിയൊരു 1000-2000 ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ. അതുകൊണ്ട് ശരിക്കും ഈ സപ്ലൈസിന് നഷ്ടമാണ്. ആ സപ്ലൈസിനാണ് നമ്മളെ ഇടപാടും നമ്മളെ ഡീലിങ്ങും നമുക്കില്ല, നിർത്തി വെക്കേണ്ടി വരും. അങ്ങനെ ഞാനിപ്പോൾ ഒരു സപ്ലയറോട് വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ ഷോപ്പിൽ ഇനി വെക്കാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. എൻ്റെ സ്റ്റാഫിന് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ എല്ലാ കടയിലും ഒരു പോളിസി വെച്ചിട്ടുണ്ട്. സപ്ലയർമാർ ആർക്കെങ്കിലും സ്റ്റാഫിന് എന്തെങ്കിലും പൈസ ഗിഫ്റ്റോ കൊടുക്കണമെങ്കിൽ ഓഫീസ് ത്രൂ കൊടുക്കുക. ഓഫീസിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടുക. എന്നിട്ട് എല്ലാ സ്റ്റാഫും കൂടി ഷെയർ ചെയ്തിട്ടാണ് അവർ ആ ഫണ്ട് ഡിവൈഡ് ചെയ്യാറുള്ളത്. അതല്ലാതെ ഒരു സെക്ഷൻ ഹെഡ് മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ വിചാരിച്ചാലോ തൽക്കാലം നിങ്ങളെ സാധനം അവിടെ ഇറക്കി വെക്കാൻ പറ്റും, അത് സെയിലായി കിട്ടൂല. ഇതിൻ്റെ പേയ്മെൻറ്റിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റും കറക്റ്റ് കിട്ടൂല. അപ്പം നിങ്ങളും നമ്മളും കൂടിയുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. ഇവിടെ ഇപ്പോൾ എല്ലാ കമ്പനിക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോഴാണ് നമുക്ക് 2 കൂട്ടർക്കും ലാഭത്തിനാണല്ലോ നമ്മൾ ഈ കച്ചവടം തുടങ്ങുന്നത്. നിങ്ങൾക്കും നമ്മൾക്കും ഒരു നല്ല രീതിയിൽ പോകണം. അതിന് എന്താണോ മൂവ് ചെയ്യുന്ന സാധനം അത് ഇറക്കി വെക്കുക, അതിൻ്റെ പേയ്മെൻറ്റ് മാന്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോവുക, മാന്യമായിട്ടുള്ളൊരു ലാഭം ഞങ്ങളെ പോലത്തെ കച്ചവടക്കാർക്ക് തരിക, അങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങളടുത്ത് ഏതെങ്കിലും പോവാത്ത സാധനങ്ങൾ നമ്മളെ എടുത്ത് ഒരു സെയിൽസ്മാന് വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തുകാണ്ട് ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് കാര്യമില്ല.
അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനതിവിടെ ഷെയർ വെച്ചത്. അതുകൊണ്ട് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ബ്രാങ്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെയാണ് എല്ലാ ബിസിനസ്സുകാരുടെയും ഉയർച്ചയ്ക്കുള്ള സ്റ്റെപ്പായിട്ട് വരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ബിസിനസ്സിലാണോ ഇൻക്ലൂഡായിട്ട് നിൽക്കുന്നത് അതിൽ നല്ല ഫോക്കസ് ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ എത്രത്തോളം ഉയരാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുക. നമ്മൾ ഒരുപാട് രണ്ട് തോണിയിൽ കാല് വെച്ചാലുള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. രണ്ട് തോണി വേറെ വഴിക്ക് പോയാൽ ഒന്നും സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ എന്താണോ ബിസിനസ് ചെയ്യുന്നത് ആ ബിസിനസ്സിൽ 100% ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഞാനതെല്ലാം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.